ഹായ് ഹലോ എല്ലാവർക്കും അഗ്നി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാനൊരു നീർദോശ ഉണ്ടാക്കാൻ നോക്കിയാണ് കേട്ടോ. സാധാരണ അമ്മയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അത് ഇതുപോലെ നല്ല മുട്ടൻ ഫ്ലോപ്പായി പോയി കേട്ടോ. അപ്പോൾ എൻ്റെ വിചാരം ഏത് അരിപ്പൊടി എടുത്താലും മതി എന്നാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ അപ്പത്തിൻ്റെ പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുറച്ചുകൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷേ അത് ശരിയായില്ല. ആകെ കുളമായി, അവിടെ ആകെ വൃത്തികേടായി. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലാത്തത് ഇന്നത്തെ ദിവസം മൊത്തം ഇതുപോലെ ഭക്ഷണം വലിയ രീതിയിലൊന്നും കഴിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ അതാ പാത്രമൊക്കെ കഴുകി വെച്ചു. അമ്മയും അച്ഛനൊക്കെ രാവിലെ പോയി. കാരണം നമുക്ക് സീസണിൻ്റെ ലാസ്റ്റ് ഡേയ്സാണ്, പെരുന്നാളായല്ലോ മൺഡേ. അപ്പോൾ അവർ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് ഏട്ടന് ചായ വേണം പറഞ്ഞു. അപ്പോൾ അതാ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ. ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ അതെന്തൊക്കെയാണ് കാണിച്ചു തരാവേ. അങ്ങനെ ചായ ഇട്ടുകൊണ്ട് കൊടുത്തു. ഏട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുളിച്ച് റെഡിയായി ഇതാ പോവാണ് കേട്ടോ. അലിക്കുട്ടന് പുറത്ത് പോകാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പം അവൻ പെട്ടെന്ന് തന്നെ റെഡിയായി. അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഉടുപ്പിടാനും ഒക്കെ പെട്ടെന്ന് നിന്ന് തരും. കാരണം അവന് മനസ്സിലായി എവിടേക്കെങ്കിലും പോവാണെന്ന്. അങ്ങനെ അവൻ എന്താ റെഡിയായി ആകെ എന്താ പറയുക ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റായിരുന്നു ഇറങ്ങുമ്പം. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്താ പറയുക കുറച്ച് വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടപ്പോൾ തന്നെ അല്ലുകുട്ടൻ അവിടെ ചേട്ടനോട് ചോദിച്ചിട്ട് ഏട്ടാ മിഠായി വേണമെന്നൊക്കെ പറഞ്ഞ് മിഠായിയൊക്കെ മേടിച്ച്. അങ്ങനെ ഞങ്ങൾ വന്ന് ഈ ബ്ലോക്കിൽ നിൽക്കുകയാണ്. ഈ ബ്ലോക്കിൽ ഞങ്ങളൊരു 1.5 മണിക്കൂർ നിന്നു. ഇതിപ്പോൾ ഏകദേശം ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ഇങ്ങ് അറ്റം വരെയാണ് കേട്ടോ ഈ ബ്ലോക്ക് നിൽക്കുന്നത്. അങ്ങാടിപ്പുറം തൊട്ടല്ല, അവിടെ നിന്ന് മുന്നോട്ടും ഉണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ മുക്കി മൂളി ഞങ്ങൾ ഏകദേശം അങ്ങാടിപ്പുറം എത്തി. നല്ല മഴയും പെയ്തു തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഞങ്ങളിതാ മാളിലെത്തിയപ്പോഴാണെങ്കിൽ അതിനേക്കാളും വലിയ തിരക്ക്. പെരുന്നാളായതുകൊണ്ടൊക്കെ ആയിരിക്കണം, ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ മാക്സിൽ ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും അത്യാവശ്യം ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഏട്ടനൊരു ഷർട്ട് എടുക്കണം, അങ്ങനെ ഒരു കുട്ടി പർച്ചേസായിട്ട് പോയതായിരുന്നു. പക്ഷെ തിരക്കും ബില്ലിങ്ങിൻ്റെ അവിടെ തിരക്ക് കണ്ടപ്പോൾ അവിടെ വെച്ചിട്ട് തിരിച്ചു പോയി. കാരണം ബില്ലാക്കാൻ നിന്നാൽ പറ്റത്തില്ല. അല്ലിക്കുട്ടനാണെങ്കിൽ മുകളിൽ പോവാം എന്ന് പറഞ്ഞാൽ അവൻ ഫുഡ് കോർട്ടാണ് പറയുന്നത് കേട്ടോ. മുകളിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ വന്നു. കാരണം ഉച്ചയായിട്ടുണ്ടായിരുന്നു, വിശപ്പ്. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ അവൻ്റെ ലോലിപോപ്പ് മേടിച്ച് അവൻ ഇരിക്കുന്നു. ഇതൊക്കെ വാങ്ങലേ ഉള്ളൂ കേട്ടോ. അതൊന്നും ഫുൾ ഫിനിഷ് ചെയ്യുന്നത് ഇതേ വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ വാങ്ങിച്ച് അത് പകുതി കഴിച്ച് അവിടെ ഇട്ട് പോയിട്ടോ. ഞങ്ങൾ മോമോസ് പറഞ്ഞു, പിന്നെ ജ്യൂസും ഏട്ടനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്ത്തോയും പിന്നെ നമ്മുടെ പിസ്സ റിക്കോട്ടയെന്ന് ഒരു കുട്ടി ബർഗർ അല്ലല്ലോ പിസ്സയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സുപ്രീം പിസ്സ. അങ്ങനെ അത് വന്നു. ജ്യൂസ് എനിക്ക് മേടിച്ചെങ്കിലും അല്ലുകൂട്ടനാണ് കേട്ടോ ഫുള്ള് കുടിച്ചത്. അവന് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസൊക്കെ. അങ്ങനെ അവനത് കുടിച്ച് ഞങ്ങൾ മോമോസും ഒക്കെ കഴിച്ചു. ഏട്ടനൊന്നും കഴിച്ചില്ല. ഏട്ടൻ രാവിലെ കഴിച്ചതിൻ്റെ ഇതിൽ വയറിന് ചെറിയ പണി കിട്ടി ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഏട്ടനൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ ഈ ഒരു മൊയ്ത്തോ മാത്രം കുടിച്ചു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഇനി എന്താ പറയുക വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്താ പറയുക എനിക്ക് ഡ്രസ്സ് അന്ന് എടുത്തത് ഒന്ന് അൾട്ടർ ചെയ്യാനും പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ താത്തൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ താത്തൻ്റെ വീട് നമ്മുടെ എന്താ പറയുക സീനത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി. അപ്പോൾ അമ്മയുടേതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റേത് ഇട്ട് നോക്കുമ്പം കുറച്ച് എന്താ പറയുക ലൂസാണ്. കാരണം ഞാൻ അന്നത്തേന്ന് അളവെടുക്കുന്നതിനേക്കാളും കുറേ കൂടെ ഞാനൊന്ന് മെലിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ സൈസ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇന്ന് തടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളേക്ക് കുറച്ച് മെലിഞ്ഞിട്ടുണ്ടാവും, അടുത്ത ദിവസം വീണ്ടും തടിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കും. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഭക്ഷണം കഴിപ്പിൻ്റെത് കേട്ടോ. ഇപ്പോൾ ഏട്ടൻ വന്നുകൊണ്ട് അത്യാവശ്യം നല്ലോണം കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ കൊടുത്ത് വീണ്ടും ഒന്നുകൂടെയൊക്കെ റെഡിയാക്കാനുള്ളതുകൊണ്ട് അവിടെ കൊടുത്തിട്ട് അമ്മയുടേത് വാങ്ങിച്ചു പോകുന്നു കേട്ടോ. ഇനി അമ്മയ്ക്കത് ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളന്ന് ലോണ്ടറിയിൽ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രൈ ക്ലീൻ ചെയ്യാൻ, ഇതുവരെ മേടിച്ചില്ലായിരുന്നു. അപ്പോൾ അതും പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമുക്കിനി അമ്പലത്തിൽ പോകാനുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച ചൊവ്വയോ ബുധനോ ഒക്കെ ആയിട്ട് ഗുരുവായൂർ പോകണം. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഡ്രസ്സ് എടുത്തപ്പം. അപ്പോൾ അവിടെ പോകാനുണ്ട്. അപ്പോൾ അതിനേക്കൊക്കെ ആവശ്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി മേടിച്ചു. പിന്നെ ഇനി ഏട്ടൻ തിരിച്ചു പോകാനും ആയി, ഏട്ടൻ്റെ ടിക്കറ്റൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാനൊന്നും സമയം അധികം കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് മേടിച്ചതാ നമ്മൾ അമ്മയുടെ ബിൽഡിങ്ങിൽ വന്നു. അല്ലുകുട്ടൻ ഉറങ്ങിയിട്ട് ഞാൻ ഇറങ്ങിയില്ല. അമ്മ വന്നിട്ട് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോയിട്ടോ. അമ്മയ്ക്കിനി അത് ഇട്ട് വെക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന് കൊണ്ടു കൊടുക്കണം. കാരണം അല്ലെങ്കിൽ ഇനി സ്റ്റാഫ്സൊക്കെ അവർക്ക് ഇനി പെരുന്നാളിന് ലീവിന് പോകുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കൊടിക്കുത്തി മതിലിൽ എത്തിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൊടിക്കുത്തിയിലെ മലയ്ക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ അന്നൊരു ദിവസം പാതി വഴിയിൽ നിർത്തിപ്പോയ സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട്. ഇന്നെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഞങ്ങൾ കയറിയിട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. 30 രൂപ എന്തോ ആണ് ടിക്കറ്റ്.
അതുപോലെ തന്നെ നമ്മൾ എന്താ വെള്ളമൊന്നും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നല്ല, മുകളിൽ കിട്ടില്ല. അപ്പോൾ താഴേന്നേ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് ആ കുപ്പി തിരിച്ചും കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് എന്തെങ്കിലും കൊടുക്കണം, പൈസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, കാറിൻ്റെ കീയോ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ പൈസ തന്നെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ കയറി. ഏട്ടനൊന്നും ഒട്ടും താല്പര്യമില്ലാതെ എൻ്റെ ഒരു നിർബന്ധത്തിനാണ് കേട്ടോ പോകുന്നത്. ഞാനിത് എന്തിനാണ് വന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. സൈഡിലൊക്കെ അതിൻ്റെ ഒരുപാട് എന്താ പറയുക നരേഷൻസും അതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വായിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ശരിക്കും ആസ്വദിക്കാനോ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് നടക്കാനുണ്ടായിരുന്നു. ഞാനിത് ഇറങ്ങി പകുതി എത്തുമ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോകണ്ട, മതി, നിർത്താം, തിരിച്ചു പോരാന്നൊക്കെ. പക്ഷെ വേണ്ട, എന്തൊക്കെയോ ഞാൻ പ്രതീക്ഷിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷെ പ്രതീക്ഷിച്ച ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മൾ പകുതി നമ്മുടെ അടപ്പൂരി പോവും. കാരണം അല്ലുകുട്ടനെയും കൊണ്ട് പോവുക. അല്ലുകുട്ടൻ പിന്നെയും കുറേ നടന്നു കേട്ടോ പാവം. ഒന്നാമത് അവനെ എടുത്തുകൊണ്ട് നടക്കാനാവുന്നില്ല, ഞങ്ങൾക്കേ നടക്കാനാവുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ അവനെ എടുത്തുകൊണ്ട് നടക്കണം. അവനെ നടത്തിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ടും അവൻ പാവം കുറേയൊക്കെ നടന്നു കേട്ടോ. അവനെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ കുറേ ഇറങ്ങി നടന്നു. പിന്നെ കുറേയൊക്കെ ആയപ്പോൾ അവൻ തന്നെ ഒക്കത്ത് കയറുകയും ഒക്കെ ചെയ്തിട്ടാ. നല്ല ഭംഗിയാണ്. നമുക്ക് പ്രകൃതി ഇഷ്ടമുള്ളവർക്ക് പോകാനും ഒക്കെ എന്താ പറയുക അടിപൊളി സ്പേസാണ്. പക്ഷേ എന്താ പറയുക നടന്ന് ഒരു 2 കിലോമീറ്ററോളം മുകളിലോട്ട് നടക്കാനുണ്ട്. അതും കുത്തനെയുള്ള നടത്തം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കക്കയത്ത് പോയപ്പോഴും ഇതേപോലെയായിരുന്നു. അവിടുത്തെ ഇതിനേക്കാളും നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു. എന്താണെന്നൊക്കെ ഇനി വേണം വായിച്ച് നോക്കാൻ. ഞാൻ വെള്ളമൊന്നും വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കയറിയത് കേട്ടോ, പിടിക്കാൻ വയ്യാനിട്ട്. പക്ഷെ വാങ്ങിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു കുപ്പി വെള്ളം കൂടി ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ലായിരുന്നു. ആ ഒരു കുപ്പി വെള്ളം ഞങ്ങൾ പകുതി എത്തിയപ്പോൾ തന്നെ തീർന്നായിരുന്നു. പിന്നെ വെള്ളവും ഇല്ല, നടക്കുകയും വേണം. അതും നല്ല ചൂട് വെയിലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മഴയൊക്കെ പെയ്യുന്ന വെച്ചാൽ കുടയും റെയിൻകോട്ടൊക്കെ എടുത്തു. ഇവിടെയാണ് കേട്ടോ ഞങ്ങൾക്ക് എത്താനുള്ളത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു പകുതി വഴിയൊക്കെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ തീർന്ന്. ഞങ്ങൾ പിന്നെ നിലത്തൊക്കെ കിടന്ന് ഉരുണ്ട് ഇഴഞ്ഞ് അങ്ങനെയൊക്കെ പോയത്. എങ്ങനെയാണ് പോയതെന്ന് എനിക്കറിയില്ല. ഏട്ടൻ പോകുന്ന വഴി മൊത്തം എന്നെ ചീത്തയും വിളിച്ചോണ്ടാണ് പോയത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ സീറ്റൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇരുന്ന് പോകായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ടൈമിങ് അവിടെ 5 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേട്ട് എപ്പോഴും ചൂടായിരിക്കും. നമുക്ക് ഈ കോടയും സംഭവങ്ങളൊന്നും കാണാനും പറ്റിയില്ല. അപ്പോൾ ഒരു വെയിലും ഒരില പോലും അനങ്ങുന്നില്ലായിരുന്നു, ഒരു കാറ്റും ഇല്ല. ഞാൻ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് എന്തിനാണ് ഇവർ ഈ പോകുന്നത്, നമുക്ക് പറഞ്ഞാലും അവിടെ പോകണ്ട, അവിടെ ഒന്നും ഇല്ലയെന്ന്. പിന്നെ ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിനാണല്ലോ വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നാൽ പൊന്നാനിയുടെ കടലൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഞാനതൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ വല്ല വേദന ഇഴഞ്ഞ് മുകളിലെത്തിയപ്പോൾ ഒരു മഴയുടെ കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തെങ്കിൽ എന്ന് വിചാരിച്ചു. കാരണം അമ്മ ചൂടായിരുന്നു. ഏട്ടൻ്റെ ഷർട്ടിൽ നിന്നൊക്കെ നമുക്ക് 2 ലിറ്റർ വെള്ളം പിഴിഞ്ഞെടുക്കുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. അല്ലുകുട്ടൻ്റെ ഷെഡി വരെ നനഞ്ഞു, അമ്മ വേർപ്പായിരുന്നു കേട്ടോ. അങ്ങനെ വല്ലതിനെ മുകളിലെത്തി അവരവിടെ കിടക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ ചെന്നിരുന്ന് നോക്കി. ഞാനിവിടെ ഒരു കടലോ ഒന്നും പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമില്ലാതെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു അടച്ചപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞങ്ങൾക്കൊരു വാർണിംഗ് തന്നതായിരിക്കും, കാരണം വരണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വരും. ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇനി തിരിച്ചു പോയി. വന്നത് മൊത്തം തിരിച്ചിറങ്ങണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ്. പിന്നെ തിരിച്ച് ഇറങ്ങാനായതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ. കയറുന്ന അത്ര ബുദ്ധിമുട്ട് നമുക്ക് ഇറങ്ങാനില്ലല്ലോ. ഏട്ടനാണെങ്കിൽ ഇനി പറയാത്തൊന്നുമില്ല. കാരണം ഏട്ടൻ്റെ കാല് തീരെ വയ്യ. ഇങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് കാലിനകത്ത് ഇങ്ങനെ സ്റ്റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത്രയൊന്നും കയറാനാകത്തില്ല. അപ്പോൾ ഞങ്ങളെ ചീത്ത പറഞ്ഞ് അതും ഞാൻ ഒരു സൈഡിൽ കൂടെ കേൾക്കണം. പിന്നെ എനിക്ക് ആരോട് പരാതി പറയാൻ പറ്റില്ലല്ലോ, കാരണം എൻ്റെ ഐഡിയ ആയിപ്പോയില്ലേ. അങ്ങനെ വല്ല വിധേന ഞങ്ങൾ നടന്ന് പിന്നെ അല്ലുക്കുട്ടനെ എടുത്ത്, അല്ലുക്കുട്ടനെ തലയിലൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഏട്ടൻ. അങ്ങനെ വല്ല വിധേന മുക്കി മുളി ഞങ്ങൾ താഴെ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക നമ്മൾ കൊടുത്ത ഡെപ്പോസിറ്റൊക്കെ തിരിച്ച് മേടിച്ച് ഇനി പോകണം. അപ്പോൾ ഇവിടെ എന്തോ സ്പെഷ്യലായിട്ട് കാടമുട്ട ഫ്രൈയോ മസാലയോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, അത് മേടിച്ച് നോക്കി. പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊരു സാധാ മുട്ടക്കറി. അതിന് ഒരു വൃത്തിയില്ലാത്ത സ്ഥലം. ഞാൻ അവിടുന്ന് ഒരു വെള്ളം പോലും കുടിച്ചില്ല കേട്ടോ, കാരണം ഒട്ടും വൃത്തിയില്ല, ഈച്ചയും നാറ്റവും. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഡ്രസ്സ് അപ്പോഴേക്കും അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പോയി മേടിച്ച് തിരിച്ച് പോവാണ് കേട്ടോ.
കൊടുകുത്തി മലയിൽ നിന്ന് അവനൊരു കാറ്റാടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. എനിക്കല്ലെങ്കിൽ ഇതുപോലത്തെ നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ഇപ്പം ഇങ്ങനെ അധികമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ടോയ്സൊക്കെ മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതെനിക്ക് പിന്നീട് തോന്നിയായിരുന്നു എനിക്കെല്ലാം കുറ്റബോധം. കാരണം പിന്നെ ചെവിതല കേൾക്കാൻ പറ്റിയിട്ടില്ല. ഉറക്കത്തിൽ രാത്രി വരെ അവന് ഊതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അമ്മയുടെ ഷോപ്പിൽ വന്നു. ഇനി നമുക്ക് അല്ലുക്കുട്ടന് ഉടുപ്പെടുക്കാനുണ്ട്, ഏട്ടനും ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കടയിൽ നല്ല തിരക്കാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ പുറത്ത് തന്നെ പാർക്കിങ്ങിൽ നിന്നു കേട്ടോ. കാരണം ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങി ഒഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി. അത് എന്താ പറയുക, നിന്ന് തിരിയാനുള്ള സ്ഥലമില്ലായിരുന്നു. പിന്നെ എല്ലാം വാരിക്കൂട്ടിയിട്ടിരിക്കുക. നമുക്കൊന്ന് നോക്കാനുള്ള എന്താ പറയുക ഗ്യാപ്പും ഇല്ല. പിന്നെ ഞങ്ങളായതുകൊണ്ട് അവർ ഞങ്ങളെ നോക്കുന്നുമില്ല കേട്ടോ. അവർക്ക് കസ്റ്റമേഴ്സാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ഒഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അല്ലു സ്വൈര്യം തരുന്നില്ല. അവന് കോഴിപ്പപ്പം വേണം. അവൻ ഇതിനെ കോഴിപ്പപ്പം എന്നാണ് കേട്ടോ പറയുക. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. കാരണം ഏട്ടൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് വെള്ളം വാങ്ങാൻ കയറിയപ്പോൾ ഒരു ഉണ്ണിയപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആകെ ഏട്ടൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഈ ഒരു കോംബോ മേടിച്ചിട്ട്, ഇതൊരു കോംബോ ആണ്. 449 റുപ്പീസിൻ്റെ കോംബോ ആണ് കേട്ടോ. നമുക്ക് 4 പീസും പിന്നെ 3 ഷ്രിംപ്സിൻ്റെ ബ്രോസ്റ്റഡും പിന്നെ നഗറ്റ്സ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അത് മേടിച്ച് അവർ കഴിച്ചു. ഞാനും ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് അപ്പോൾ അല്ലുക്കുട്ടന് കിട്ടി കേട്ടോ ഒരു ഉടുപ്പ് മേടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ എടുക്കാനുണ്ടായിരുന്നു. ഏട്ടന് തിരിച്ചു പോകാനൊക്കെ ആയപ്പം ഉടുപ്പെടുക്കണം. പിന്നെ അമ്പലത്തിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പച്ചയിൽ തന്നെ എടുത്തു കേട്ടോ. ഒരു ഒലീവ് ഗ്രീൻ ഷർട്ട് എടുത്തു. പിന്നെ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ടെന്ന് അമ്മ മേടിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഒരു പാൻറ്റും ഒക്കെ മേടിച്ച് അവിടെയും നല്ല തിരക്കാണ്. എല്ലായിടത്തും നമ്മൾ മൊത്തം നല്ല തിരക്കായിരുന്നു. പെരുന്നാളായതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഡേ അല്ലേ ആൺപിള്ളേരൊക്കെ വന്ന് ഡ്രസ്സ് എടുക്കുക. അപ്പം മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പോന്നു. ഞങ്ങൾക്ക് 10 മണിക്ക് ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി സമയമുണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾ ബാക്കി വെച്ചത് പോയി മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയി അവിടെ നിന്ന് ഏട്ടനൊരു ഷർട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തു. ഞാൻ മാക്സ് പോയി. എന്താ പറയുക, എനിക്കും അവിടെ നിന്ന് ഞാൻ ഒരു ടീഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് അല്ലുക്കുട്ടൻ എൻ്റെ ഇടയിൽ അവൻ്റെ കാറിൽ കയറിയിട്ടാണ്. ഇവിടെ വന്നാൽ പിന്നെ അത് നിർബന്ധമാണല്ലോ. അതുപോലെ തന്നെ മാക്സിൽ വന്നാൽ അവിടെ എപ്പോഴും ടോയ്സ് ഇരിക്കുന്നുണ്ട്, അതും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങൾ പോകുന്നവരെ അതൊക്കെ അവൻ അവിടെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഇറങ്ങാനാകുമ്പോൾ അത് തിരിച്ചവിടെ വെക്കും കേട്ടോ. കാരണം 1-2 അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്, വെറുതെയാണ്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സമയം ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ അല്ലുക്കുട്ടനെ പാർക്കിങ്ങിൽ വെച്ച് ഡയപ്പറൊക്കെ മാറ്റി സെറ്റാക്കിയിട്ട് ഞങ്ങളിതാ ഫിലിമിന് കയറി. ഗോളത്തിനാണ് കേട്ടോ വന്നത്. നല്ല പടമായിരുന്നു. നല്ലൊരു ത്രില്ലർ പടമായിരുന്നു. അല്ലുക്കുട്ടൻ ഉറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ ഉറങ്ങിയില്ല കേട്ടോ. അവൻ വീട്ടിലെത്തി പിന്നെയും 1 മണിക്കൂർ കഴിഞ്ഞാൽ ഉറങ്ങിയത്. ഇന്നത്തെ ദിവസം ചെക്കൻ ആകെ വണ്ടിയിലിരുന്നൊരു ഇത്തിരിയാണ് ഉറങ്ങിയത്. അവൻ പോപ്കോണൊക്കെ കഴിച്ച് അവൻ സിനിമ ആണ്. കുറച്ച് ഇന്ന് കരച്ചിലും വീഴ്ചയിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പടം നല്ല പടമായിരുന്നു. നല്ലൊരു ത്രില്ലർ പടമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ എന്തായാലും ഉണ്ടാവും. അത് അങ്ങനെ ഒരു നിലയിലാണ് കേട്ടോ ഇത് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ടൈറ്റിൽ നോക്കിയിരുന്നിട്ട് പാട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അതിൻ്റെ ടൈറ്റിൽ വന്നത്. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വിശപ്പില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഞങ്ങളിന്ന് അധികം പ്രത്യേകിച്ചൊന്നും വാങ്ങി കഴിച്ചൊന്നുമില്ല. അല്ലുക്കുട്ടനാണ് കേട്ടോ വാങ്ങിച്ച പോപ്കോണും അതും ഇതൊക്കെ തിന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എൻ്റെ ചാർജ് ഇത്രയും നേരം നിൽക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അല്ലുക്കുട്ടൻ തന്ന് കണ്ണടയ്ക്കുന്നുണ്ട്, വെറുതെ പറ്റിച്ചതാണ്. അങ്ങനെ വല്ല വിധേന വീട്ടിലെത്തി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു, അതും എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.